Hello students, next ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ സീക്വൻസസിൻ്റെ റിക്കേഴ്സീവ് ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ലിസ്റ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ റിക്കേഴ്സ്ലി ഡിഫൈൻഡ് സീക്വൻസ് a1 equal to 2, a2 equal to 4 and an plus 1 is equal to 2 times an minus 1 for n greater than or equal to 2. അപ്പോൾ ഇതാണ് റിക്കേഴ്സീവ് ഡെഫിനേഷൻ തന്നിരിക്കുന്നത്. a1 8 തന്നിട്ടുണ്ട്. പിന്നെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആകുമ്പോൾ ഇതാണ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നുമില്ല, a1 തന്നിട്ടുണ്ട്, a2 തന്നിട്ടുണ്ട്, അത് എഴുതുക. നെക്സ്റ്റ് പുട്ട് n ഈക്വൽ ടു 2 ഇൻ ദ റിക്കേഴ്സീവ് ഫോർമുല. അപ്പോൾ n 2 കൊടുക്കുമ്പോൾ, കാരണം ഇവിടെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ, a1 8 ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ a3 ആണ് വരിക. a3 ഈക്വൽ ടു 2 a2 മൈനസ് a1 എന്ന് വരും. a2ൻ്റെ a1ൻ്റെയും വാല്യൂ നമ്മുടെ കയ്യിലുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a3 ഈക്വൽ ടു 6 കിട്ടും. അടുത്തത് n ഈക്വൽ ടു 3 എന്ന് കൊടുക്കുക. n ഈക്വൽ ടു 3 എന്ന് കൊടുക്കുമ്പോൾ a4 കിട്ടും. അതും ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അതുപോലെ n ഈക്വൽ ടു 4 കൊടുക്കുക, അപ്പോൾ a5 കിട്ടും. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഒന്ന് 8ഉം ഒന്ന് 10ഉം ആണ് വരുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ 5 ടേംസ് ആയി. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്തത് ഇഫ് a ബിലോങ്സ് ടു r then the sequence a is equal to a raised to n. സീക്വൻസ് a raised to n a ഒരു റിയൽ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഈസ് ദ സീക്വൻസ് a സ്ക്വയർ, എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. അപ്പം n ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ a, n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ a സ്ക്വയർ, a ക്യൂബ് എക്സെട്ര, a റേസ് ടു n എക്സെട്ര. ഇതാണ് ഈ സീക്വൻസിൻ്റെ എക്സ്പാൻഷൻ വരുന്നത്. അപ്പോൾ a ഏത് റിയൽ നമ്പർ വേണമെങ്കിലും ആവാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻ പർട്ടിക്കുലർ a ഈക്വൽ ടു 1/2 എന്ന് എടുക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കറസ്പോണ്ടിങ് സീക്വൻസ് വരിക 1/2 റേസ് ടു n. 1/2 ദ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ 1 റേസ് ടു n ബൈ 2 റേസ് ടു n. 1 റേസ് ടു n എപ്പോഴും 1 ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് 1/2 റേസ് ടു n എഴുതിയത്. കാരണം 1 റേസ് ടു n വാല്യൂ ഓൾവേസ് 1 ആയതുകൊണ്ടാണ് കേട്ടോ. വേണമെങ്കിൽ അങ്ങനെ എഴുതാം, അങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും സെയിം തന്നെയാണ്. അപ്പോൾ അത് എന്നിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ ആദ്യം 1/2, പിന്നെ 1/2 സ്ക്വയർ ദാറ്റ് ഈസ് 1/4, പിന്നെ 1/2 ക്യൂബ് ദാറ്റ് ഈസ് 1/8 എക്സെട്ര. nth ടേം എഴുതുമ്പോൾ 1/2 റേസ് ടു n എക്സെട്ര ആണ് ഈ സീക്വൻസ് വരുന്നത്. അപ്പോൾ ഏത് റിക്കേഴ്സീവ് ഫോമിൽ തന്നാലും നമുക്ക് സീക്വൻസ് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റണം. നെക്സ്റ്റ് ഗ്രാഫ്സ് ഓഫ് ദ സീക്വൻസ് ആണ്. സീക്വൻസിൻ്റെ കുറച്ച് സീക്വൻസുകളുടെ ഗ്രാഫ് നോക്കാം. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത ഭാഗത്തിൻ്റെ മാത്രം നോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഈ ഗ്രാഫൊക്കെ നമുക്ക് വരയ്ക്കാനുള്ളതാണ്. മാർക്കിംഗ് ചെറുതായിട്ട് കാണുന്നുള്ളൂ, ക്ലിയർ കുറവുണ്ട് എങ്കിൽ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ ഇത് നോക്കി, ഗ്രാഫ് ഓഫ് സീക്വൻസ് an ഈക്വൽ ടു n. സീക്വൻസ് an ഈക്വൽ ടു n, സീക്വൻസ് n ആണ്. സീക്വൻസ് n-ൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം സീക്വൻസ് എന്താണെന്ന് നോക്കാം. സീക്വൻസ് an ഈക്വൽ ടു സീക്വൻസ് n എന്ന് പറഞ്ഞാൽ n-ൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോഴുള്ള സീക്വൻസ്. അതായത് n-ന് 1 കൊടുക്കുമ്പോൾ 1 2 3 4 5 n-ൻ്റെ വാല്യൂസ് വരണേ. അപ്പോൾ n-ൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് 1 2 3 4 5 കൊടുക്കുമ്പോൾ സീക്വൻസും നമുക്ക് 1 2 3 4 5 എന്നാണ് വരുന്നത്. അപ്പോൾ അത് പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 1-ന് n 1 കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ 1, n-ന് 2 കൊടുക്കുമ്പോൾ വാല്യൂ 2, n-ന് 3 കൊടുക്കുമ്പോൾ വാല്യൂ 3, n-ന് 4 കൊടുക്കുമ്പോൾ വാല്യൂ 4. അങ്ങനെ ആ വാല്യൂസ് പ്ലോട്ട് ചെയ്തിട്ടുള്ള സീക്വൻസിനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നോട്ടിലേക്ക് വരയ്ക്കാം. അടുത്തത് സീക്വൻസ്, ഗ്രാഫ് ഓഫ് ദ സീക്വൻസ് an is equal to sequence n and the function y equal to x greater than or equal to 1. അപ്പോൾ അതിൻ്റെ ഗ്രാഫ്, അതിൻ്റെ തന്നെ സെയിം സീക്വൻസിൻ്റെ തന്നെ ഗ്രാഫ് നമ്മൾ ഇതൊന്ന് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് y ഈക്വൽ ടു x എന്നുള്ള ഗ്രാഫാണ് ഈ സീക്വൻസിന് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ കണ്ടത്. ഓക്കെ, അടുത്തത് റൈറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദ, ഒരു പ്രോബ്ലം ആണ്. റൈറ്റ് ദ ഫസ്റ്റ് 6 ടേംസ് ഓഫ് ദ സീക്വൻസ് an is equal to n by n plus 1 where n equal to 1 2 3 etc. and represent the sequence graphically in 2 ways. രണ്ട് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n by n plus 1. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇതിൻ്റെ ലിമിറ്റ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റിപ്പീറ്റ് ഫോർ an is equal to -1 the whole raised to n by n and റിപ്പീറ്റ് ഫോർ an is equal to. അപ്പോൾ 3 പ്രോബ്ലം ആണ് ഇതിൽ. ഫസ്റ്റ് പ്രോബ്ലം ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ചെയ്യുന്നതെല്ലാം സെക്കൻഡിനും തേർഡിനും റിപ്പീറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് ഇതിൽ ഫസ്റ്റ് 6 ടേംസ് n by n plus 1 എന്നുള്ളതിൻ്റെ ഫസ്റ്റ് 6 ടേംസ് എഴുതണം. ആ ഫസ്റ്റ് 6 ടേംസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. n ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് നിങ്ങളത് സ്റ്റെപ്പായിട്ട് ചെയ്യുക നോട്ടിൽ ചെയ്യുമ്പോൾ. അപ്പോൾ 1/2 1 2/3 3/4 4/5 5/6 6/7 ആ വാല്യൂസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
അത് ഞാൻ നോട്ടിൽ മാർക്ക് ചെയ്യാനായിട്ട് മറന്നുപോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അത് എഴുതണം കേട്ടോ. എന്നിട്ട് 2 രീതിയിൽ ഗ്രാഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു രീതിയിൽ ഗ്രാഫ് ചെയ്തത് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഇതിൻ്റെ ഡെസിമൽ വാല്യൂസ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ ഡെസിമൽ വാല്യൂസ് കണ്ടു, അതാണ് ഇവിടെ പ്ലോട്ട് ചെയ്ത് പോയിരിക്കുന്നത്. 1/2 കറസ്പോണ്ടിംഗ്ലി 0.5, 2/3 കറസ്പോണ്ടിംഗ്ലി ഇവിടെ 0.6ൻ്റെ 0.7ൻ്റെ ഇടയിലുള്ള വാല്യൂ. അതുപോലെ 3/4 എന്ന് പറയുമ്പോൾ 0.75 അല്ലേ, അതാ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തത് 4/5 എന്ന് പറയുമ്പോൾ 0.8, അപ്പോൾ ഇതാ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ ഒരു ഒറ്റ ലൈനുമേ നമുക്ക് വേണമെങ്കിൽ റിയൽ ആക്സിസും വേണമെങ്കിൽ നമുക്കത് പ്ലോട്ട് ചെയ്യാം. അതല്ല എക്സ് വാല്യൂയും വൈ വാല്യൂ എടുത്തിട്ട് എക്സ് ആക്സിസിൽ 1 2 3 4 5 6 എന്നുള്ള വാല്യൂ 1ന് കറസ്പോണ്ടിംഗ്ലി 1/2 ആണ്. n = 1 ആകുമ്പോഴാണ് കേട്ടോ ഇവിടെ എന്നിൻ്റെ വാല്യൂസ് ഇവിടെയും പിന്നെ ആ സീക്വൻസ് എൻ്റെ വാല്യൂസ് ഇവിടെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. കണ്ടോ, n ഇവിടെ n ഇവിടെ. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ എൻ്റെ വാല്യൂ 1/2 ആണ്. അത് ഇവിടെ മാർക്ക് ചെയ്തു, 0.5 മാർക്ക് ചെയ്തു. എന്നിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എൻ്റെ വാല്യൂ 2/3 ആണ്. കണ്ടോ, അതിവിടെ ഇതിന് നേരെ ഇതിൻ്റെ വാല്യൂവിന് നേരെ മാർക്ക് ചെയ്തു. എന്നിൻ്റെ വാല്യൂ 3 ആകുമ്പോൾ എൻ്റെ വാല്യൂ 3/4 ആണ്. അപ്പോൾ 0.75ന് നേരെ ഇവിടെ മാർക്ക് ചെയ്തു. കണ്ടോ, അങ്ങനെ ഗ്രാഫ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് 2 രീതിയിലുള്ള ഗ്രാഫിങ്. ഒന്ന് ഒരൊറ്റ ലൈനുമേ ആ റിയൽ ലൈനുമേ അത് മാർക്ക് ചെയ്യൽ. 2 എന്നിനും ANനും വാല്യൂസ്, എന്നിൻ്റെ വാല്യൂ എക്സ് ആക്സിസിന്മേലും ANൻ്റെ വാല്യൂ വൈ ആക്സിസിന്മേലും കൊടുത്തിട്ട് സാധാരണ നമ്മൾ ഗ്രാഫ് ചെയ്യുന്ന പോലെ ഗ്രാഫ് ചെയ്യൽ. ഇനി നമുക്കതിൻ്റെ ലിമിറ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ n/n+1 എന്നുള്ളതിനെ ആദ്യം നമ്മൾ 1 - n/n+1 എടുക്കുകയാണ്. അപ്പോൾ 1 - n/n+1 എടുത്തിട്ടുണ്ട് എങ്കിൽ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഇവിടെ LC എടുത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ 1/n+1 കിട്ടും. 1/n+1. അതുകൊണ്ട് നോക്കി നോക്കൂ, ദിസ് വിച്ച് ഡസ് ഇൻഡീഡ് ബിക്കംസ് ആർബിട്രറി സ്മോൾ ആസ് n ഇൻക്രീസസ്. അതായത് n വലുതായി വരും തോറും ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരും. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ചെറുതായി അല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോവും. അതുകൊണ്ട് ഇത് ലാസ്റ്റ് 1ലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് ഇവിടെ നമ്മൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1ലേക്ക് കൺവേർജ് ചെയ്യും എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇനി ഈ ലിമിറ്റ് ഇപ്പം ഇങ്ങനെ എഴുതി വെച്ചാലും ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് വരുന്ന ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞു തരാം കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഇത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇതവരിങ്ങനെ ഒരു കാൽക്കുലേഷൻ എടുത്ത് പിന്നെ ഈ കിട്ടിയ വാല്യൂവിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തൽക്കാലം ഇതിങ്ങനെ എഴുതി വയ്ക്കുക. അത് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രോബ്ലം ഇതുപോലെ തന്നെ -1/n / n ആണ് നമുക്ക് AN തന്നിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ 6 വാല്യൂസ് ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലിമിറ്റ് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ -1/n ആസ് n tends to infinity. n ഡിനോമിനേറ്ററിലായതുകൊണ്ട് ഈ വാല്യൂ 0ലേക്ക് പോകും. അത് ലിമിറ്റ് എളുപ്പത്തിൽ കിട്ടി. പിന്നെ ആ വാല്യൂസിന് ഇതാ ഒറ്റ സിംഗിൾ ലൈനുമേയും അതുപോലെ ഗ്രാഫ് യൂസ് ചെയ്തും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. 2 രീതിയിലും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രോബ്ലം അതായത് ഇത് 6 വാല്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇതാ -1/n/n+1 ആണ് വരുന്നത്. അപ്പോൾ അതും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് ഗ്രാഫിംഗ് മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസ് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ ഇൻ ദിസ് കേസ് ദ നമ്പർ AN ഡു നോട്ട് അപ്രോച്ച് എ പർട്ടിക്കുലർ നമ്പർ. ഒരു നമ്പറിനെ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ഗ്രാഫ് കണ്ടാൽ അറിയാം. ഇത് കുറച്ച് വാല്യൂ ഇങ്ങോട്ട് പോകുന്നു, കുറച്ച് വാല്യൂ ഇങ്ങോട്ട് പോകുന്നു. ഈ ഗ്രാഫിലായാലും അതെ, കുറച്ച് വാല്യൂ ഇങ്ങനെ പോകുന്നു, കുറച്ച് വാല്യൂ അങ്ങനെ പോകുന്നു. ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് എത്തുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗ്രാഫ് മാത്രം ഇപ്പോൾ നോക്കിയാൽ മതി. ചിലതിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്കതൊരു വാല്യൂവിനെ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. തൽക്കാലം നിങ്ങൾ ഗ്രാഫിംഗ് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. എങ്ങനെയാണ് ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീക്വൻസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യാമെന്ന് നോക്കാം. അതാണ് ഡെഫിനേഷനിൽ പറയുന്നത്. എ സീക്വൻസ് AN ഹാസ് ദ ലിമിറ്റ് L ആൻഡ് റിട്ടൺ ആസ് ലിമിറ്റ് n tends to infinity AN = L. അതായത് n ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നതോറും n വലുതാകും തോറും AN എന്ന് പറയുന്ന സീക്വൻസ് Lലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. ലിമിറ്റ് ഓഫ് AN = L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
That is, if an can be made as close to L as we please by taking n sufficiently large, n വലുതാകും തോറും ന്റെ വാല്യൂ, അതായത് സീക്വൻസിൽ ടേംസ് മുന്നോട്ട് പോകും തോറും, ടേംസ് വലുതായി പോകും തോറും, A1 A2 A3 A4 അങ്ങനെ നീങ്ങി പോകും തോറും ഈ സീക്വൻസിലെ വാല്യൂസ് മുഴുവൻ എല്ലിലേക്ക് അടുക്കുന്നതായിട്ട് കാണുന്നു. അതിനെയാണ് ലിമിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Informally speaking, the limit of a sequence an is intended to describe how an behaves as n tends to infinity. അപ്പോൾ ലിമിറ്റ്, ഒരു സീക്വൻസിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീക്വൻസ് n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, സീക്വൻസിലെ ടേംസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂവിലേക്ക് അടുക്കുന്നുണ്ട് എങ്കിൽ അതിനെയാണ് അതിൻ്റെ ലിമിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. We will say that sequence an approach a limit L if the terms in the sequence eventually become arbitrarily close to L. അപ്പോൾ നമുക്ക് അങ്ങനെ പറയണമെങ്കിൽ ഈ സീക്വൻസിലുള്ള ടേംസ് A1 A2 A3 A4 അങ്ങനെ വലുതായി പോകുമ്പോൾ അതിലെ ടേംസ് ഈ L എന്ന് പറയുന്ന വാല്യൂവിലേക്ക് അടുത്തടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റണം. എങ്കിലാണ് നമുക്കത് ആ ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് പറ്റുക. അങ്ങനെ ആ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ സീക്വൻസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറയാനായിട്ട് പറ്റുക. അതടുത്ത ഡെഫിനേഷനിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഗ്രാഫിക്കലി ജോമെട്രിക്കലി ഇവരിത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമ്മൾ കുറച്ച് പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ സീക്വൻസിൽ വരുന്ന ടേംസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ടേംസ് കണ്ടോ, ഇങ്ങനെ പോയി ഇവിടെയാണ് എല്ല് കാണിച്ചിരിക്കുന്നത്. ഇതിലെ ടേംസ് മുഴുവൻ ക്ലബ് ചെയ്ത് കുറച്ചും കൂടെ ഇങ്ങനെ നീങ്ങി വരുമ്പോൾ n വലുതായി വരുമ്പോൾ ടേംസ് കൂടുതൽ എടുക്കും തോറും ഇത് ഈ L എന്ന് പറയുന്ന വാല്യൂവിലേക്ക് അടുക്കുന്നതായിട്ട് കാണാം. ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ഇത് പോവില്ല, ഇതിലേക്ക് ഇങ്ങനെ അടുത്തടുത്ത് ഇതിലെ ടേംസ് എത്ര ടേംസ് എടുത്താലും ഇതിലേക്ക് അടുത്തടുത്ത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും ഗ്രാഫ് ചെയ്യാണ് എങ്കിൽ കേട്ടോ. എല്ലാം നമുക്ക് ഗ്രാഫ് ചെയ്ത് നോക്കിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേറെ ടെക്നിക്സ് ഉണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിനെയാണ്, ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ അതിൻ്റെ ലിമിറ്റ്, സീക്വൻസിൻ്റെ ലിമിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ലിമിറ്റ് ഉണ്ട് എങ്കിലാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, സീക്വൻസ് കൺവേർജ് ചെയ്യും എന്ന് പറയാൻ പോകുന്നത്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ പഠിച്ചപ്പോൾ നമ്മൾ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ എപ്പോഴാണ് കൺവേർജ് ചെയ്യുക, എപ്പോഴാണ് ഡൈവേർജ് ചെയ്യുക എന്ന് പറഞ്ഞിരുന്നില്ലേ? അതുപോലെ ഇവിടെ സീക്വൻസിൻ്റെ കേസിൽ നമ്മൾ നോക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഡെഫിനേഷൻ നോക്കാം. പ്രിസൈസ് ഡെഫിനേഷൻ ഓഫ് ലിമിറ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ്. എ സീക്വൻസ് an is said to converge or to be convergent if there is a number L with the following property. ആ നമ്പർ Lനെയാണ് നമ്മൾ ലിമിറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രോപ്പർട്ടി ഇതാണ്: ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is a positive integer n such that modulus value of an minus L less than epsilon for all n greater than n. In this case, we say that L is the limit of the sequence and we write limit n tends to infinity an equal to L. Or നമുക്ക് ഇങ്ങനെ എഴുതാം, an converges to L as n tends to infinity എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം, രണ്ട് രീതിയിലും നമുക്ക് എഴുതാം കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. And we say that the sequence converges to L or has the limit L. No such number L exists, we say that sequence an diverges. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാനിതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം.